सखियां ने सजना है मैं भी सवरना है अज दिन चढ़े यार तेरे नाम दा वे अज सजया है वे सारा शहर अज हो गई आवे रब दी महर हाय सजया है वे सारा शहर अज हो गई आवे रब दी महर चिट्टा कुक्कड़ बने रहते चिट्टा कुक्कड़ बने रहते काश में दुपट्टे वाली मुंडा सदके तेरे काश में दुपट्टे वाली आँखियाँ मेरी पूछ रही है हमको मेरे चैन नहीं है कितने लड़ाइयाँ तो आँखियाँ कितने लड़ाइयाँ कैसे तुझको मैं बताऊँ राहें तेरी तक दे जाऊँ नींदों चुराइयाँ तो मेरी नींदों चुराइयाँ वे पंछी बोले है क्या भैया सुन ले चलो प्यास बढ़ती रहे प्यार होता रहे आज दिल से सदा आ रही है सुनो इश्क जगता रहे वक्त सोता रहे हो कुछ भी नहीं है तेरे कदमों से आगे कदमों से आगे कदमों से आगे आँखों पे मोहब्बत लिख दे सांसों पे मोहब्बत लिख दे होठों पे പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗെയ്സ് സൺഡേ ഇന്നേ ഞങ്ങൾ വീട്ടിൽ പോവാം, വണ്ടൂരത്തെ വീട്ടിൽ പോവാം കേട്ടോ. അവിടെ നോമ്പ് തുറയൊന്നുമല്ല, പക്ഷെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. കാരണം പാപ്പൂസും സോനൂസും ഒക്കെ അവിടെയാണ്, അപ്പോൾ അവരെടുക്കും വേണം. അപ്പോൾ കൂട്ടത്തിൽ നോമ്പ് തുറന്ന് പോരാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ അല്ല മിഞ്ഞാന്നിട്ട് അമ്മ പറഞ്ഞു കപ്പയും ചേമ്പ് പിന്നെ ചേമ്പിൻ്റെ തള്ളച്ചേമ്പില്ലേ അതിനെന്താ പറയുക അങ്ങനെ ഇട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് വെച്ചിട്ട് കൂട്ടാനും മീൻ മുളകിട്ടതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞങ്ങൾ വരുന്നുണ്ട്, അപ്പം കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പം ഉമ്മക്ക് അവിടെ ഉമ്മ ഇപ്പം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല സാധനം വാങ്ങിക്കാനും. അപ്പോൾ കപ്പയും വാങ്ങിയാണ്ട് വേണം പോകാൻ. നേരം 5 മണി 4:30 4:45 ഇനി പോയിട്ട് വേണം അവിടെ പോയാണ്ട് ഉണ്ടാക്കിയാണ്ട് കഴിച്ചിട്ട് നോമ്പ് തുറന്ന് തിരിച്ചു പോരാം. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാനും വിക്കും സുലുമോളുള്ളൂ, സോനും പാപ്പൊക്കെ അവിടെ, വേറെ ആരുമില്ല, അനിയത്തിയും ആരുമില്ല, നാത്തൂനും പോലും ഇല്ല, നാത്തൂൻ്റെ വീട്ടിൽ പോയിരിക്കണം. അപ്പം ആരുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഓലെ കൊണ്ടുവരാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തുറന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടോ. അപ്പം ഇന്നത്തെ ഉമ്മാൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ പിന്നെ ഇങ്ങനത്തെ നമ്മളെന്താ ട്രഡീഷണൽ നമ്മൾ കൂട്ടാനെന്നൊക്കെ പറയില്ലേ, കപ്പയും അതേപോലെ ചേമ്പ് അങ്ങനത്തെ വെച്ചിട്ടുള്ള കൂട്ടാനും അങ്ങനത്തെ സംഭവമാണ് പറഞ്ഞത്. അവിടെ എത്തുമ്പോൾ എന്താ സംഭവം എന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞു വേറെ ഒന്നും വേണ്ട, പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞാണ്ടാണ് പോണത്. അത് ഉമ്മ പറഞ്ഞപ്പോൾ ഭയങ്കര കൊതി കഴിക്കാൻ, അപ്പോൾ നോമ്പും കൂടിയല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന നേരാണ്, സമയം നേരെ ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബാക്കി വീഡിയോസ് നമ്മൾ അവിടുന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ മെർബല്ലൻ്റെ മൈലാഞ്ചി ഇട്ടത് കുറേ മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ചൊക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ഇട്ടതാണ്. അപ്പോൾ കുറച്ചുണ്ട്, അപ്പോൾ അത് കുറച്ച് ആൾക്കാർ ഓർഡർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചൊക്കോ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് 2 പ്രാവശ്യം ഇട്ടതാണ്, എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, നല്ല കളറുണ്ട്. അപ്പോൾ വണ്ടൂർക്ക് കുറച്ച് സെയിലുണ്ട്, അപ്പോൾ എന്നാൽ അത് കൊണ്ടുപോവാണ്. വേറെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ ഫുഡും ഇന്നത്തെ സ്പെഷ്യലും ഓക്കെ. പോകുന്ന നേരാണ് കേസ്. നമ്മൾ പാട്ടിട്ടു വേഗം വാസുലോ വണ്ടി ആകെ പൊടിയിക്കണം. എത്ര എളുപ്പമാണ് അറിയോ പൊടിയാണത്. ഇന്ന് വണ്ടൂര് പോയിട്ട് കേൾക്കണം ഇവിടുത്തെ ഹോസ്. അപ്പൊ ഗേസ് ഞങ്ങൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാമോ? അങ്ങനെ കേസ് ഞങ്ങളിതാ കപ്പ തിരഞ്ഞ് ഒരുപാട് കറങ്ങിയിട്ടോ, കാറും കൊണ്ട് കറങ്ങി. ലാസ്റ്റ് കാറ് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് കറങ്ങാൻ പോയി. കാരണം ടൗണിലൊക്കെ നമുക്ക് കാറും കൊണ്ട് ഒതുക്കി നടക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ. അപ്പോൾ ഞാനും സോനൂസും കൂടി കപ്പ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വണ്ടൂർ ടൗണിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നേരെ ഒരുപാടായി, 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ഈ കപ്പയും തിരഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അതാ നമ്മളെ വണ്ടൂർ ടൗൺ മണൽ സ്റ്റാൻഡിലെത്തി.
അപ്പോൾ അതാ ഗൈസ് ഞങ്ങളതാ വണ്ടൂർ ടൗണിൽ തന്നെയാണ് കപ്പയും വാങ്ങി കുറച്ച് മത്തി, കുറേ ഒന്നും വാങ്ങിയില്ല, കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് മത്തി വാങ്ങിയിട്ട് ഒരു 50 രൂപയ്ക്ക് മത്തി വാങ്ങി. ഇനി ഇതെല്ലാം കൊണ്ടുപോയി വെച്ചുണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് നോമ്പ് തുറക്കാൻ. അപ്പോൾ ഗൈസ് ഇതാ വന്ന് പൂളയൊക്കെ കപ്പയൊക്കെ വാങ്ങി, കപ്പ, ചേമ്പ് കൂട്ടാൻ, ചിക്കൻ പൊരിച്ചത്, ബത്തക്ക, പിന്നെന്താ കൊക്കവട. ഇതാണ് നമ്മളെ മത്തി മുളക് ഇട്ട് കേട്ടോ, മാങ്ങയൊക്കെ ഇട്ടിട്ടില്ല മത്തി മുളക് ഇട്ടതാണ് ഉമ്മാൻ്റെ. പിന്നെ ഇത് നെയ്ച്ചോറല്ല, ബിരിയാണിയല്ല, അങ്ങനെ ഒരു കപ്സര മന്തിച്ചോറ്. ഇതെന്താ ചേമ്പ് പുഴുങ്ങിയത്, തൈര്, വെള്ളം. അപ്പോൾ ഇതാണ് ഗെയ്സ് ഇന്നത്തെ ഞങ്ങളെ വിഭവം. ഇതൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് വേണം പോവാൻ. അപ്പോൾ ഇന്ന് ചെന്നിട്ട് വേണം അത്താഴത്തിട്ടും കാരണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഫുള്ള് പാർസലാക്കണം. ഇതുണ്ടോ, ഇത് കൊതിച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. നമ്മളെ ചേമ്പും കപ്പയും എല്ലാം കൂടി ഇട്ടിട്ടുള്ളത്, അതിലേക്കുള്ള മീൻ കറി. അപ്പം ഇത്രയേ ഉള്ളൂ, ആരുമില്ല, ഞാനും മക്കളും ഉമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല കേട്ടോ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കേ. അപ്പോൾ ഗെയ്സ് ഞങ്ങളിത് അവിടെ കാറ് കഴുകുക കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലത്തെ ഓസ് കംപ്ലൈൻ്റ് ആയിക്കണം. അപ്പോൾ ഞാൻ വണ്ടൂർ വന്നപ്പോൾ വേഗം നല്ല പുതിയ വണ്ടി മേലെ, അപ്പോൾ വേഗം ഒന്ന് വെള്ളമൊക്കെ അടിച്ചൊന്ന് ഫ്രഷ് ആക്കട്ടെ എന്ന് കരുതിയിട്ട്, കാരണം സൺഡേ എന്നും വണ്ടി കഴുകണമല്ലേ. അപ്പോൾ അങ്ങനെ അവിടുന്ന് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞങ്ങൾ സോനൂസിനെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോയിന്. അതിന് ശേഷമാണ് വണ്ടി കഴുകുന്നത് കേട്ടോ. അങ്ങനെ വണ്ടിയെല്ലാം കേൾക്കി നോമ്പൊക്കെ തുറന്ന് ഞങ്ങളിതാ നേരെ മമ്പാട്ടങ്ങാടിയിലെത്തിയിട്ട്, സോനൂസും പാപ്പൂസും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ കുറേ എന്താ പറയുക കുലുക്കി സർവത്തും സോഡയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ മമ്പാട്ടങ്ങാടി GRSൻ്റെ അടുത്തുള്ള ചെറിയൊരു ഷോപ്പൊക്കെ കുലുക്കി സർവത്തും സോഡയൊക്കെ എല്ലാം കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അതാ കഴിച്ച് ഞാൻ വേറെ 2-3 സ്ഥലത്തു നിന്ന് കുടിച്ചിട്ടും എനിക്ക് ഇവരെ ഇതിനത്ര വലിയ ടേസ്റ്റ് വേറെ എവിടെയും തോന്നിയില്ല. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടോ കഴിക്കാൻ. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളിയാണ്. നമ്മൾ ടൗണിൽ തന്നെ കേട്ടോ അത്. അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. സ്ലോ